രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കെതിരെ പരാതിയുമായി രാഹുൽ ഈശ്വർ തനിക്കെതിരെയുള്ളത് വ്യാജ പരാതിയാണെന്നും നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. രാഹുൽ ഈശ്വറോട് നാളെ 10 മണിക്ക് സ്റ്റേഷനിലെത്താൻ പോലീസ് നിർദ്ദേശം നൽകി. സനസയുണ്ട് വിവരങ്ങൾ നൽകാനായി. സനസ, രാഹുലിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അജി, അതിജീവിതയുടെ ഭർത്താവ് ചില വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് രാഹുൽ ഈശ്വർ രണ്ടാമതും ഒരു വീഡിയോയുമായിട്ട് രംഗത്ത് വന്നത്. ഇതിലാണ് ഇപ്പോൾ അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ രാഹുൽ ഈശ്വർ നിലവിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് തനിക്കെതിരെ ഒരു സ്ത്രീ 2 വട്ടം പരാതി നൽകി, എന്നാൽ ഇത് വ്യാജമാണെന്നും തനിക്കെതിരെ നൽകിയിട്ടുള്ള ഈ വ്യാജ പരാതികൾക്കെതിരെ IPC 211 BNS 248 ഈ 2 വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഇത് വ്യാജ പരാതി, ഒരാൾക്കെതിരെ വ്യാജ പരാതി നൽകിയാൽ അതിനെതിരെ എടുക്കുന്ന വകുപ്പുകളാണ്. ഇത് പ്രകാരമാണ് രാഹുൽ ഈശ്വർ നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. അതിജീവിത തനിക്കെതിരെ ആദ്യഘട്ടത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റിയും അതുപോലെ തന്നെ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തി എന്ന കേസിലായിരുന്നു രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയത്. ഇതിൽ രാഹുൽ ഈശ്വർ 16 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു. ശേഷമാണ് ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിക്കുന്നത്. എന്നാൽ രാഹുൽ ഈശ്വർ ഈ പരാതിയിൽ ഉയർത്തുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ തനിക്ക് നൽകിയ ജാമ്യത്തിൽ യാതൊരുവിധ വീഡിയോകൾ ചെയ്യരുതെന്ന തരത്തിലുള്ള ഉപാധികളില്ല. അതുകൊണ്ട് തന്നെ താൻ ഇത്തരത്തിൽ തന്റെ ആർട്ടിക്കിൾ 19 പ്രകാരം ഏതൊരു ഇന്ത്യൻ പൗരനുമുള്ള അവകാശത്തിന്റെ പുറത്താണ് വസ്തുതകൾ മാത്രം നിരത്തി ഈ അതിജീവിതയുടെ ഭർത്താവ് വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ വീഡിയോ ചെയ്തത് എന്നതടക്കം ഉയർത്തിക്കാട്ടിയിട്ടുള്ള ഒരു പരാതിയാണ് ഇവിടെ തിരുവനന്തപുരം സൈബർ സ്റ്റേഷനിൽ രാഹുൽ മെയിൽ വഴി നൽകിയത്. ഇത്തരത്തിൽ രാഹുൽ നൽകിയ പരാതിയുടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഒക്കെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നാളെ രാഹുലിന്റെ 10 മണിയോടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ശേഷം രാഹുൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ തന്നെ ഇത്തരത്തിൽ തനിക്കെതിരെ പരാതി ഉയരുന്ന സാഹചര്യത്തിൽ ഇത് വ്യാജ പരാതിയാണെന്നും ഇതിനെതിരെ താൻ പരാതി നൽകുകയാണ് എന്നതുമാണ് രാഹുലിന്റെ പ്രതികരണം. ഇത്തരത്തിൽ അതിജീവിത നൽകിയ കേസുകളിൽ ഇപ്പോൾ രാഹുൽ തിരിച്ചും അതിജീവിതയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, രണ്ടാമതും രാഹുൽ ചെയ്ത ഈ അതിജീവിതയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഇത്തരത്തിൽ ഈ അതിജീവിതയുടെ പരാതി വ്യാജമാണെന്ന പരാമർശമാണ് രാഹുൽ ഈശ്വർ ഉയർത്തുന്നത്. ഇതിനെ തുടർന്നാണ് അതിജീവിത പരാതി നൽകിയിട്ടുള്ളത്. നാളെ ഈ രാഹുൽ ഈശ്വർ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനടക്കമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനാണ് രാഹുലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. അജി.